ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ക്ഷീരകർഷകന്റെ ഫാമിൽ പുലർച്ചെ ദാരുണ സംഭവം. പശുക്കിടാവിന്റെ ശരീരഭാഗങ്ങൾ കടിച്ചു പറിച്ച നിലയിൽ. പ്രിയമുള്ളവരെ, ഇന്നലെ ശക്തമായ മഴയാണല്ലോ. രാത്രി ചേലേമ്പ്ര പഞ്ചായത്തിൽ 18-ാം വാർഡില് ചെറിയൊരു പൈക്കുട്ടിനെ നായ്ക്കൾ വന്ന് ഫാമില്, നല്ല ചുറ്റുമതിലും ഗേറ്റൊക്കെ ഉള്ള സ്ഥലം, അവിടെ ഫാമിന്റെ ഉള്ളിൽ കയറി ജീവനോടെ കെട്ടിട്ടൊരു പൈക്കുട്ടിനെ വന്നിട്ട് കടിച്ച് കൊന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? നായ്ക്കള് വന്ന് കടിച്ചു കൊന്നത് ആ കുട്ടിനെ. ഒരു പൈക്കുട്ടിനെയാണ് കൊന്നിട്ടുള്ളത്. ഈ ചുറ്റുമതിലൊക്കെ ഉള്ള ഈ സ്ഥലത്ത് ചേലേമ്പ്ര പഞ്ചായത്ത്. കാട്ടുകുഴിങ്ങര സ്വദേശി ജലീലിന്റെ മേനോൻ ബസാറിലെ ഫാമിലാണ് സംഭവം. വലിയ തുക നൽകി കഴിഞ്ഞ ദിവസം വാങ്ങിയ പശുവിന്റെ കിടാവിനെയാണ് തെരുവു നായ്ക്കൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചു കൊന്നത്. ഇന്നലെ പുലർച്ചെ 5 മണിയോടെയാണ് പതിവ് പോലെ ഫാമിലെത്തിയ ജലീൽ കണ്ടത് 10ഓളം തെരുവു നായ്ക്കളെയാണ്. ആക്രമണത്തിൽ ചത്തുകിടന്ന പശുവിന്റെ കരളടക്കമുള്ള പ്രധാന ശരീരഭാഗങ്ങൾ നായ്ക്കൂട്ടം കടിച്ചു പറിച്ച നിലയിലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. 5-ലധികം പശുക്കളുള്ള ഫാം നടത്തി ഉപജീവനം നടത്തുന്ന കർഷകനാണ് ജലീൽ. പുതുതായി വാങ്ങിയ പശുവിന്റെ കിടാവാണ് ആക്രമണത്തിൽ നഷ്ടമായത്. സംഭവം പ്രദേശത്തെ കർഷകരിലും നാട്ടുകാരിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സമീപകാലത്ത് തെരുവു നായ്ക്കളുടെ ശല്യം പ്രദേശത്ത് വർദ്ധിച്ചു വരുന്നതിനായി നാട്ടുകാർ ആരോപിക്കുന്നു. കന്നുകാലികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ മദ്രസ വിട്ടു വരുന്ന വിദ്യാർത്ഥിക്ക് നേരെ തെരുവു നായ്ക്കൂട്ടം ആക്രമണം നടത്തിയിരുന്നു. ഭാഗ്യം കൊണ്ടാണ് വിദ്യാർത്ഥിനി അന്ന് രക്ഷപ്പെട്ടത്. തെരുവു നായ് ശല്യം വെറും വഴിയാത്രക്കാരുടെ സുരക്ഷയുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല, കർഷകരുടെ ഉപജീവനത്തെയും നേരിട്ട് ബാധിക്കുന്ന ഗുരുതര പ്രശ്നമായി മാറുകയാണ്. ഒരു ക്ഷീരകർഷകന്റെ സാമ്പത്തിക നിക്ഷേപവും പ്രതീക്ഷയുമായിരുന്നു ഈ പശുക്കിടാവ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തെരുവു നായ നിയന്ത്രണത്തിനും കന്നുകാലി സംരക്ഷണത്തിനുമായി തദ്ദേശ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പും ഏകോപിതവും അടിയന്തരവുമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.